വിവാദങ്ങൾക്കൊടുവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പ്രദർശനാനുമതി നൽകിയ കേരള സ്റ്റോറി 2 സിനിമ കാണാൻ കേരളത്തിലെ തിയേറ്ററുകളിൽ ആളില്ല. ആദ്യ ദിനമായ ഇന്ന് പല തിയേറ്ററുകളിലും ആളെത്തിയിട്ടില്ല. സിനിമ കാണാൻ ആളില്ലാത്തതിനെ തുടർന്ന് പല പ്രമുഖ തിയേറ്ററുകളിലും ഷോ ക്യാൻസൽ ചെയ്തു. സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം സമാനമായ സാഹചര്യമാണുള്ളത്. കോഴിക്കോട് റീഗൽ തിയേറ്ററിൽ ബുക്ക് ചെയ്ത 2 പേർ മാത്രമാണ്. എറണാകുളത്ത് 7 തിയേറ്ററുകളിലാണ് കേരള സ്റ്റോറി 2 പ്രദർശിപ്പിക്കുന്നത്. പാൻ സിനിമാസിൽ 6 പേരും PVRൽ 2 പേരും മാത്രമാണ് സിനിമ ബുക്ക് ചെയ്തത്. കൊച്ചിയിലെ പ്രമുഖ തിയേറ്ററായ ഷേണായിലും പ്രേക്ഷകർ എത്തിയില്ല. വാദങ്ങൾ സിനിമയ്ക്ക് മൈലേജ് നൽകുമെന്ന അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷകൾക്ക് കേരളത്തിലെ ബോക്സ് ഓഫീസ് കണക്കുകൾ തിരിച്ചടിയാവുകയാണ്. വിവാദങ്ങൾക്കൊടുവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പ്രദർശനാനുമതി നൽകിയ കേരള സ്റ്റോറി 2 സിനിമ കാണാൻ കേരളത്തിലെ തിയേറ്ററുകളിൽ ആളില്ല എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ആദ്യ ദിനമായ ഇന്ന് പല തിയേറ്ററുകളിലും ആളൊഴിഞ്ഞ നിലയിലാണ്. സിനിമ കാണാൻ ആളില്ലാത്തതിനെ തുടർന്ന് പല പ്രമുഖ തിയേറ്ററുകളിലും ഇപ്പോൾ ഷോ ക്യാൻസൽ ചെയ്തു എന്നൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം ഈ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു സിനിമ തന്നെയായിരുന്നു ഈ ഒരു കേരള സ്റ്റോറി 2ാം ഭാഗം. കോഴിക്കോട് റീഗൽ തിയേറ്ററിൽ ബുക്ക് ചെയ്തത് വെറും 2 പേർ മാത്രമാണ്. എറണാകുളത്ത് 7 തിയേറ്ററുകളിലാണ് കേരള സ്റ്റോറിയുടെ 2ാം ഭാഗം പ്രദർശിപ്പിക്കുന്നത്. പാൻ സിനിമാസിൽ 6 പേരും PVRൽ 2 പേരും മാത്രമാണ് ഇപ്പോൾ സിനിമ ബുക്ക് ചെയ്തത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൊച്ചിയിലെ പ്രമുഖ തിയേറ്ററായ ഷേണായിസിലും പ്രേക്ഷകർ എത്തിയിട്ടില്ല. വാദങ്ങൾ സിനിമയ്ക്ക് മൈലേജ് നൽകുമെന്നൊക്കെ ആയിരുന്നു അണിയറ പ്രവർത്തകരുടെ ഒരു പ്രതീക്ഷ. എന്തായാലും ആ പ്രതീക്ഷകൾക്കൊക്കെ ഒരു വിരാമം ഇട്ടിരിക്കുകയാണ് കേരളത്തിലെ ബോക്സ് ഓഫീസ് കണക്കുകൾ. എന്തായാലും ഇതെല്ലാം ഒരു തിരിച്ചടി ആയിരിക്കുകയാണ്. അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷകളെല്ലാം തകർക്കുന്ന രീതിയിലുള്ള ഒരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കേരളത്തിലെ തിയേറ്ററുകളിൽ സിനിമ കാണാൻ ആളില്ല എന്നൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ച കേരള സ്റ്റോറിയുടെ 2ാം ഭാഗം കഴിഞ്ഞ ദിവസമാണ് കേരള ഹൈക്കോടതി പ്രദർശനാനുമതി നൽകിയത്. എന്തായാലും റിലീസ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യുകയായിരുന്നു. ഇനിയിപ്പോൾ ഈ ഒരു സിനിമ മതസൗഹാർദ്ദത്തിന് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതി ചിത്രത്തിന്റെ റിലീസൊക്കെ 15 ദിവസത്തേക്ക് തടഞ്ഞത്. എന്തായാലും ഈ ഒരു കേരള സ്റ്റോറിയുടെ 2ാം ഭാഗം സിനിമ കാണാൻ കേരളത്തിലെ തിയേറ്ററുകളിൽ ആളില്ല എന്നൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്.